കൈവശമുള്ള സ്വർണം ദുർമന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിക്കാനാകുമെന്ന് പറഞ്ഞ പ്രതികളെ വിശ്വസിച്ച പൂച്ചക്കാട്ടെ ഗഫൂർ ഹാജിക്കൊടുവിൽ നഷ്ടമായത് സ്വന്തം ജീവൻ തന്നെയാണ്. കടമായി മറ്റും വാങ്ങിയതുൾപ്പെടെ 596 പവൻ സ്വർണമാണ് രഹസ്യ പൂജയിലൂടെ ഇരട്ടിയാക്കാമെന്ന് പ്രതികൾ ഗഫൂറിനെ ധരിപ്പിച്ചത്. ജിന്നുമ്മ എന്നറിയപ്പെട്ടിരുന്ന KH ഷമീനയാണ് മന്ത്രവാദ ആഭിചാര കർമ്മങ്ങൾ നടപ്പാക്കിയത്. ജിന്നുമ്മയുടെ ആഭിചാര കർമ്മങ്ങൾക്കൊടുവിൽ തട്ടിപ്പ് മനസ്സിലാക്കി തുടങ്ങിയ ഗഫൂറിനെ ഇല്ലാതെയാക്കാൻ പ്രതികൾ പദ്ധതിയിടുകയും ഒടുവിൽ കൊലപാതകം നടത്തുകയുമായിരുന്നു. പോലീസിനെ പ്രതികളിലേക്ക് എത്തിച്ചത് ഇവരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്ര വലിയ തുക എവിടെ നിന്ന് വന്നുവെന്ന അന്വേഷണമാണ് കേസിൽ സുപ്രധാന വഴിത്തിരിവായത്. ഗഫൂർ ഹാജി എന്നറിയപ്പെടുന്ന MC അബ്ദുൾ ഗഫൂറിനെ സ്വർണം ദുർമന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിക്കാനാകുമെന്ന് വിശ്വസിപ്പിക്കുകയും അതിനായി രഹസ്യ പൂജ നടത്തണമെന്ന് പറഞ്ഞുമായിരുന്നു പ്രതികൾ ഹാജിയെ പരിചയപ്പെടുന്നത്. ഈ മോഹന വാഗ്ദാനം വിശ്വസിച്ച അദ്ദേഹം വീട്ടുകാരെ അടുത്തുള്ള ബന്ധുക്കളുടെ വീടുകളിലേക്ക് അയക്കുകയും ഒറ്റയ്ക്ക് രഹസ്യപൂജയ്ക്ക് തയ്യാറാകുകയും ചെയ്തു. 45 ദിവസമായി പൂജ നടത്തണമെന്നും ഓരോ ദിവസവും കർമ്മം ചെയ്ത ശേഷം സ്വർണം മൺകുടത്തിൽ അടച്ചു വെക്കണമെന്നുമായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ജിന്നുമ്മ ഗഫൂർ ഹാജിയെ വിശ്വസിപ്പിച്ചിരുന്നത്. 2023 ഏപ്രിൽ 14 ഗഫൂറിന്റെ മരണം. സംഭവത്തിൽ വീടുകളിൽ പോയി ആഭിചാരക്രിയ നടത്തുന്ന മന്ത്രവാദിനി KH ഷമീന എന്ന ജിന്നുമ്മ, ഭർത്താവ് ഉളിയത്തടുക്ക നാഷണൽ നഗർ സ്വദേശി TM ഉബൈദ് എന്ന ഉവൈസ്, സഹായികളായ പള്ളിക്കര ജിലാനി നഗറിലെ അസ്നിഫ, മധൂർ കൊല്യ ഹൗസിൽ ആയിഷ എന്നിവരെ സമീപ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗഫൂറിന്റെ വീട്ടിലുണ്ടായിരുന്ന 596 പവൻ സ്വർണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കർമ്മം ചെയ്യുന്ന ഓരോ ഇടവേളയിലും ഗഫൂർ ഹാജിയോട് കണ്ണടച്ചിരിക്കാൻ ആവശ്യപ്പെടും. ഉദ്ദേശിച്ച ഫലസിദ്ധി ലഭിക്കുന്നതിനായി ഇദ്ദേഹം കണ്ണടച്ചിരിക്കുന്ന സമയത്ത് യുവതി സ്വർണം തന്റെ കൈവശമുള്ള ബാഗിലേക്ക് മാറ്റും. എന്നാൽ പൂജയുടെ അവസാന ഘട്ടമെത്തിയപ്പോൾ സംഘത്തെക്കുറിച്ച് സംശയം തോന്നിയ ഗഫൂർ ഹാജി സ്വർണം മുഴുവൻ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാകുന്നത്. ഇതുവരെ ലഭിച്ച സ്വർണം മുഴുവൻ നഷ്ടപ്പെടുമെന്നും പ്രതികൾ നടത്തുന്ന ആത്മീയ തട്ടിപ്പ് പുറത്താകുമെന്നും വന്നതോടെയാണ് ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്താൻ പ്രതികൾ തീരുമാനിക്കുന്നത്. മാന്ത്രിക ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് ചില മരുന്നുകൾ ഗഫൂറിന് നൽകിയ ശേഷമായിരുന്നു കൊലപാതകം. വീട്ടിലെ അലമാരയിൽ ഉണ്ടായിരുന്ന സ്വർണവും പ്രതികൾ കവർന്നു. പ്രതികൾ തട്ടിയെടുത്ത സ്വർണം കാസർകോട്ടെ 5 ജുവലറികളിൽ വിറ്റതായി അന്വേഷണത്തിൽ കണ്ടെത്തി. സമാന രീതിയിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഇവർ പങ്കാളികളായിട്ടുണ്ടോ എന്നതും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. പലയിടങ്ങളിൽ നിന്നായി ധാരാളം പണം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമാക്കാരും രാഷ്ട്രീയക്കാരുമെല്ലാം ഇവരുടെ അനുയായികളാണെന്നും സൂചനകളുണ്ട്. തകിട് മന്ത്രിച്ച് നൽകിയാൽ പോലും 50,000 രൂപ ജിന്നുമ്മ കൈപ്പറ്റിയിരുന്നു. ജിന്നുമ്മയുടെയും ഉവൈസിന്റെയും സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഗൾഫിൽ നിരവധി സൂപ്പർ മാർക്കറ്റുകളും സംരംഭങ്ങളുമുള്ള ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ഗഫൂർ ഹാജിയെ കഴിഞ്ഞ വർഷം ഏപ്രിൽ 14 പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുണ്യമാസത്തിലെ 25-ാം നാളിലെ മരണമായതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അന്നു തന്നെ ബന്ധുക്കൾ മൃതദേഹം കബറടക്കി. പിറ്റേന്ന് മുതൽ ഗഫൂർ വായ്പ വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷിച്ച് ബന്ധുക്കൾ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ആകെ 596 പവൻ നഷ്ടമായെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം തിരിച്ചറിയുന്നത്. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ഗഫൂർ ഹാജി തന്നോട് 50 പവൻ ചോദിച്ചെന്നും 19 പവൻ ആഭരണങ്ങൾ മാത്രമേ കൊടുക്കുവാൻ കഴിഞ്ഞുള്ളൂവെന്നും അടുത്ത ബന്ധു പറഞ്ഞിരുന്നു. 12 പവൻ വാങ്ങിയെന്ന് മറ്റൊരാളും ഒരു സുഹൃത്ത് 50 പവൻ പണയം വെച്ചിരുന്നുവെന്നും പെട്ടെന്ന് അത് എടുക്കേണ്ട ആവശ്യം വന്നതിനാലാണ് കടം ചോദിക്കുന്നതെന്നും 2-3 ദിവസം കഴിഞ്ഞാൽ തിരികെ തരാമെന്നും പറഞ്ഞാണ് ഗഫൂർ ഹാജി സ്വർണം വാങ്ങിച്ചതെന്നും ബന്ധു വിശദീകരിച്ചു. സ്വർണം കൊടുത്തവരെല്ലാം ഇതുപോലെയാണ് പോലീസിന് മൊഴി നൽകിയത്. പിതാവിന്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ആഭിചാരക്രിയ നടത്തുന്ന ജിന്നുമ്മയെയും ഇവരുടെ രണ്ടാം ഭർത്താവായ യുവാവിനെയും സംശയമുണ്ടെന്ന് മകൻ ബേക്കൽ പോലീസിലും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. 2023 ഏപ്രിൽ 27 ഖബറടത്തിൽ നിന്നും ഗഫൂർ ഹാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. തലയ്ക്ക് ക്ഷതമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. മരിച്ചയാളും മന്ത്രവാദിനിയും തമ്മിൽ കൈമാറിയ വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ഗഫൂറിൽ നിന്ന് മന്ത്രവാദിനിയായ യുവതി 10 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ മേൽനോട്ടത്തിൽ DYSP KJ ജോൺസന്റെയും ബേക്കൽ ഇൻസ്പെക്ടർ KP ഷൈന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം. ഗഫൂർ ഹാജിയുടെ മരണസമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആഭിചാരക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ സംഘം ഗഫൂർ ഹാജിയെ തലയിൽ പ്രത്യേക വസ്ത്രം ധരിപ്പിച്ച ശേഷം തല ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്.
ഏപ്രിൽ 13 അർദ്ധരാത്രിയാണ് ഗഫൂർ ഹാജിയുടെ മരണം നടന്നിരിക്കാമെന്നതാണ് പോലീസിന്റെ നിഗമനം. അന്ന് വൈകിട്ട് വരെ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഷെരീഫയും മകളും മരുമകളും ഒപ്പമുണ്ടായിരുന്നു. മരുമകൾ അവരുടെ വീട്ടിലേക്കും ഭാര്യയും മകളും മേൽപ്പറമ്പിലെ ബന്ധുവീട്ടിലേക്കും പോയി. റംസാൻ മാസമായതിനാൽ നോമ്പുതുറയ്ക്ക് വരില്ലെന്നും പുലർച്ചെ അത്താഴത്തിന് മേൽപ്പറമ്പിലെ വീട്ടിലെത്താമെന്നുമാണ് ഭാര്യയോട് പറഞ്ഞത്. പറഞ്ഞ സമയത്ത് കാണാതായപ്പോൾ ഷെരീഫ ഫോണിൽ വിളിച്ചു. ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് ഗഫൂർ ഹാജിയുടെ സഹോദരപുത്രൻ ബദറുദ്ദീനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സാധാരണ കിടക്കാനുള്ള കിടപ്പമുറിയിലല്ല കിടന്നിരുന്നതെന്നും മുഖത്താകെ നീലനിറം ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും സ്വാഭാവിക മരണമെന്ന് ഭാര്യയും മക്കളും ബന്ധുക്കളും കരുതി. മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. സ്വർണം നഷ്ടപ്പെട്ടതായി അറിഞ്ഞതോടെ അബ്ദുൽ ഗഫൂറിന്റെ മകൻ അഹമ്മദ് മുസമ്മിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 16 മാസം ബേക്കൽ പോലീസ് കേസ് കൈകാര്യം ചെയ്തിട്ടും യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ പ്രതികൾ അന്നേ പിടിയിലാകുമായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ പ്രതികളെ തന്നെയാണ് ഇപ്പോൾ പിടികൂടിയത്. ആദ്യം കൊടുത്ത പരാതിയിൽ തന്നെ ഇവരുടെ പേര് പറഞ്ഞിരുന്നു. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ അന്വേഷണം നല്ല തൃപ്തികരമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്തായാലും എത്ര സാക്ഷരതയും മൂല്യബോധവും ഒക്കെ അവകാശപ്പെട്ടാലും ദുർമന്ത്രവാദത്തിന്റെയും തട്ടിപ്പിന്റെയും എല്ലാം ഈറ്റില്ലമായി കേരളം മാറുകയാണ്. നാൾക്ക് നാൾ അത്തരം ആഭിചാരങ്ങളിൽ വീണുപോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.